സോറി കേട്ടോ, കുറച്ച് ലേറ്റ് ആയി പോയി. ഓ അതൊന്നും കുഴപ്പമില്ല. ഞാനിന്ന് എന്തായാലും കുറച്ച് വെയിറ്റ് ചെയ്യാൻ പ്രിപ്പയർഡ് ആയിട്ട് തന്നെ വന്നത്. അയ്യോ കഴുത്തിൽ എന്നാ പറ്റി? ചുവന്ന അടിച്ചൊക്കെ കിടക്കുന്നുണ്ടല്ലോ. ചേച്ചിയുടെ ഒരു കാര്യം. അയ്യോ ഇന്ന് എന്താവോ എന്തോ. ജീജന ആദ്യമായിട്ടാ ബേബി സിറ്റർ ആവുന്നത്. നാട്ടിൽ അമ്മ ഉണ്ടായിരുന്നല്ലോ. ഇന്നത്തോടെ ജീവിതം എന്താണെന്ന് പുള്ളി പഠിക്കും. എന്താ ചേച്ചാ? അതെയോ, നമ്മുടെ ഡ്രോയിലേ ഒരു സൂത്രമുണ്ട്, നിപ്പിള് പോലെ. താഴെ. അല്ലെങ്കിൽ ഒരു കാര്യം ചെയ്യോ, പാലൊന്ന് ചൂടാക്കി കൊടുക്കോ, ചിലപ്പോൾ വിശന്നിട്ടാവും. Yeah. If you are on a student visa in this country, you can only work for 20 hours. And if you work for 50 and 60, there's definitely a problem. You will be in trouble. ശരി, ഒരു കാര്യം ചെയ്യും, നാളെ രാവിലെ അജിനെ ഒന്ന് വിളിക്കും. ഈ MLA ഈ ചെറുക്കനെ ഞാനാണ് വളർത്തി വലുതാക്കിയത്. ചേട്ടൻ 28 വർഷമായിട്ട് ഇവിടെ തന്നെയല്ലേ, പിന്നെ എങ്ങനെയാ ചേട്ടൻ നാട്ടിൽ വളർത്തി വലുതാക്കി എന്നൊക്കെ പറയുന്നത്? എടാ ചേട്ടൻ ഓൺലൈനിൽ പഠിപ്പിച്ചായിരിക്കും. എന്നാ വിശ്വസിച്ചു. അവ ഇനി ഇന്ത്യൻ പ്രസിഡന്റ് ആകാനും ശരി തന്നെ. ഈ കുഞ്ഞച്ചനും അവൻ കുഞ്ഞേട്ടാ എന്താ ജോൺ ചേട്ടൻ വന്നേ ആണോ? I will be in office tomorrow. ഓക്കെ. നേരത്തെ തുടങ്ങിയോ? ജസ്റ്റ് ജോണി, ഇത് ജീൻ നമ്മുടെ ലവ്ലിയുടെ. വൈഫ് പറഞ്ഞു. സീന എൻ്റെ വൈഫാണ്. സെറ്റിലായോ? ഒരു സെക്കൻഡ്. ഓ, ഈ വക്കീലിന്റെ കാര്യം എപ്പോഴും ഫോണാണ്. ഇത് മിസ്റ്റർ വന്ന കാലം നിൽക്കാതെ ഒരെണ്ണം ഒഴിച്ച് അടിക്കടാ ചേട്ടായി. അത് കുഴപ്പമില്ല, നീ പോയി അടി. ജീനിരിക്കേ മോനെ, ചളവാക്കല്ലേ. നാട്ടിലെവിടെയാ? ഞാൻ പാല. ഞാൻ മരങ്ങാട്ടുപള്ളി. ആണോ? ഷോ, നമ്മുടെ ജൂബിലി പെരുന്നാൾ എന്തൊരു മിസ്സിംഗ് ആണെന്ന് അറിയാം. സത്യം. നിനക്കിവിടെ എന്ന് പെരുന്നാളല്ലോ ഇവിടെ. നല്ല വീട്. Cheers. Cheers. എത്തിയോ ജോണി? ചേട്ടാ അറിയാലോ, ഇവിടുത്തെ സകല മലയാളി അസോസിയേഷന്റെ ഓണം ഉണ്ടിട്ട് ദൈവത്തിനെ അറിയുള്ളൂ എപ്പോ വരുമെന്ന്. ശരി.
ആ ജോബി വരുന്നുണ്ട്. കഴിഞ്ഞ ഓണസദ്യക്ക് അവന് കൊടുത്ത പഴത്തിന് നീളം കുറവാണെന്ന് പറഞ്ഞിട്ട് അവൻ കാശ് തന്നിട്ടില്ല. ഇത്തവണ അവൻ്റെ കയ്യിൽ നിന്ന് കാശ് പിടിച്ച് മേടിച്ചു. പഴം കൊടുക്കണം. അല്ല ചേട്ടൻ ബാഡ്ജ് ഇടുന്നില്ല. എനിക്കെന്തിനാ പോലെ ബാധിച്ചു? ഈ കുഞ്ഞേട്ടനെ ഇവിടുത്തെ കൊച്ചു കുഞ്ഞുങ്ങൾക്ക് വരാൻ. എല്ലാവർക്കും നമസ്കാരം. ഈ വർഷത്തെ എല്ലമ്മയുടെ ഓണാഘോഷ പരിപാടിയിലേക്ക് ഏവരെയും സന്തോഷപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. നമുക്കറിയാം, മലയാളികളുടെ ദേശീയ ഉത്സവമാണ് ഓണം. എല്ലാ ഓണവും നമ്മുടെ ഓർമ്മയിൽ സമൃദ്ധിയുടെ നിറവാണ്. നാട്ടിലാണെങ്കിലും ഇവിടെയാണെങ്കിലും ഈ ഓണവും നമ്മെ ഓർമ്മയുടെ പിന്നാമ്പുറങ്ങളിലേക്ക് കൂട്ടിക്കൊണ്ടു പോകുന്നുണ്ട്. ഗൃഹാതുരത്വത്തിൻ്റെ മുത്തശ്ശി കഥകളിൽ നാം കേട്ട ഓണാനുഭവങ്ങൾ ശരാശരി മലയാളിയുടെ ജീവിത പകർപ്പുകളാണ്. എല്ലാ എൽഎംഎ കമ്മിറ്റി അംഗങ്ങളെയും ആണോ? പിന്നെ മോള് വേറെ ആരെങ്കിലും കയ്യിൽ ഏൽപ്പിക്കാൻ പറ്റില്ല. നിൽക്കാൻ ഞാൻ ചേച്ചിയുടെ കൊടുത്തിട്ട് വരാം. അതെ, ഓണാഘോഷ പരിപാടി നടത്തുന്ന നമ്മുടെ ഈ ഐക്യം, ഈ കൂട്ടായ്മ, അതെടുത്തു പറയേണ്ട ഒന്നാണ്. ഒരിക്കൽ കൂടി എല്ലാ ഇവനെന്താ ഇവളുടെ പഠിക്കാനും കൂട്ടി? എന്തെങ്കിലും ഗുണമുണ്ടാവുന്ന കൂട്ടിക്കോ. ഇത് നമ്മുടെ ലവ്ലിയുടെ, ഇത് ജിമ്മി, ചാൾസ്, റോഷൻ. ഹായ്. ഹലോ. ഹായ്. 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 എനിക്ക് നിങ്ങളെ കണ്ട് നല്ല മുഖപരിചയം. നീ കണവണാന്ന് പറയാണ്ട് ജീനോറിനെ ഒഴിക്കാൻ നോക്കടാ. എനിക്ക് വേണ്ട, അത് കുഴപ്പമില്ല, നിങ്ങൾ കഴിക്കും. അതൊന്നും പറഞ്ഞാൽ പറ്റില്ല. ഇവിടെ വന്ന് അടിക്കണം. 1 2 3 4. ലൗലി, ഇവിടെ ഇങ്ങനെ വിളി- ആ. മോളെ തുടങ്ങാറായോ? അയ്യോ, ദേ അടുത്തതാ. അതെ, ജീച്ചനോട് ഒന്ന് പറയണേ. ആ, അവനോട് പോയി തപ്പാൻ. അല്ല മാഷേ, നിങ്ങൾക്ക് നാട്ടിൽ തന്നെ പരിപാടിയായിരുന്നു? നീ ആരുടെ കൂടെ അടിച്ചോണ്ടിരിക്കുന്ന അറിഞ്ഞൂടാ? ജി നാട്ടിലെ സേടാ. ആഹാ, പോലീസാ. ഓ ആ, ഇപ്പൊ പിടി കിട്ടി. അപ്പോ സാറിപ്പോ സസ്പെൻഷനിലാണല്ലേ? എന്നാലും മറ്റേ ഇത്തിരി നാറ്റക്കേസ് ആയിപ്പോയി അല്ലേ? ഇത്തിരിന്നല്ല, ഒത്തിരി എന്ന് പറയുന്നതായിരിക്കും ശരി. അതിപ്പോ എന്താ ഇത്ര വലിയ നാറ്റക്കേസ്? ആ, അത് നിനക്കറിയില്ല. എടാ, അത് ഭയങ്കര വൈറലല്ലേ? കാണും. നമുക്ക് സംസാരിക്കാന്നേ. എന്താണ് പ്രശ്നം? കുടിവെള്ളത്തിന്റെ ബോർഡും വെച്ചിട്ട് കക്കൂസും മാലിന്യം തള്ളുന്നവരാ. ഞങ്ങൾ അവരെ അങ്ങ് പൊക്കി. ഒരാൾ മലയാളിയാ, ബാക്കി ബംഗാളികളാ സാറേ. താനാരാ? ഞാനിവിടുത്തെ പാർട്ടി ലോക്കൽ സെക്രട്ടറിയാ. എടോമാരെ പിടിച്ചകത്ത്. രണ്ടോമാർ അവിടെ കിടപ്പുണ്ട്. എന്റെ സാറേ, കുറെ നാളായി ഇത് തുടങ്ങിയിട്ട്. കുളിക്കുന്ന വെള്ളത്തിനും തീട്ടത്തിന്റെ നാറ്റോ. ഇനി അങ്ങനെ തല്ലല്ല സാറേ. ഇവര് ഞങ്ങൾ ഒരുപാട് തല്ലു സാർ. ആരോ മരെ തല്ലിയത്? ഞങ്ങളാ സാറേ. കക്കൂസും മാലിന്യം തള്ളുന്ന തെറ്റാണ്. 50,000 രൂപ വരെ പിഴ പോവാം, 6 മാസം തടവും. പക്ഷേ ഇത് അറ്റംപ്റ്റ് മർഡറാണ്. സെക്ഷൻ 307, ജീവപര്യന്തം വരെ നീ അകത്തു. സാറ് വല്ല ന്യായവും വകുപ്പൊന്നും പറയണ്ട. സാറിന്റെ ജോലി. പിന്നെ നിന്റെ പണി ചെയ്യാനാണോ ഞാൻ വന്നത്? പിടിച്ചു കേട്ടോമാരെ. പാർട്ടിയിലെ പിള്ളേരെ സാറേ, പണി കിട്ടും. പാർട്ടിയൊക്കെ ഒന്ന് പാർട്ടി ഓഫീസിൽ. പോലീസ് സേനയ്ക്ക് തന്നെ നാണക്കേടായ എസ്ഐയുടെ ഈ നടപടിക്കെതിരെ നാട്ടുകാർ ഇവിടെ പ്രതിഷേധിക്കുകയാണ്. ഉത്തരവാദിത്തപ്പെട്ട പോലീസ് കൈക്കൂലി വാങ്ങലൊക്കെ പോലീസിനുള്ളതാണ്. ഇത് സീൻ ഉണ്ടാക്കല്ലേ? കണ്ട തീട്ട വണ്ടിക്കാരുടെ ഇന്ന് കൈക്കൂലി വാങ്ങിയിട്ട് നീ ഞങ്ങളുടെ സ്ഥലത്ത് ഒന്ന് ഷോ കാണിക്കാൻ കിടത്തട്ടാ. സസ്പെൻഷനിലാണെങ്കിൽ ഞാനിപ്പോഴും പോലീസുകാരൻ തന്നെയാടാ.
പുറത്തടി നടക്കുന്നു. കുഞ്ഞിനെ കൊണ്ട് കളിപ്പിക്കേ. ചെല്ല്, ചേട്ടനോട് ചെല്ല്. നമുക്ക് കളിക്കാം. ലൗലി, ഒന്നിച്ച് താമസിച്ചു തുടങ്ങുമ്പോഴാണല്ലോ പലരുടെ സ്വഭാവങ്ങൾ പുറത്തു വരുന്നത്. നാട്ടിൽ കേട്ട കഥകളെ പോലെയൊക്കെ തന്നെയുണ്ട്. നാട്ടിൽ എന്ത് കഥയാണ് നീ കേട്ടത്? ഓ, ഇവിടുന്ന് മാസാമാസം അയച്ചു കൊടുക്കുന്നതിന്റെ പ്രത്യേകമായിട്ട് നിന്റെ അമ്മ പറയുന്നതായിരിക്കും. ജീച്ചി എന്താ ഉദ്ദേശിച്ചേ? ലൗലി വിട്ടെ. ഇല്ലേച്ചി പറയട്ടെ. അതെ, വളർത്തി പഠിപ്പിച്ച് ജോലിയൊക്കെ നാട്ടിലെ കാരണവന്മാർക്കേ ഞങ്ങൾ ജോലിയുള്ള പെൺപിള്ളേര് വല്ലപ്പോഴും കുറച്ച് കാശ് അയച്ചാ എന്താ ആകാശം ഇടിഞ്ഞു വീഴൂ? കെട്ടിപ്പോയിന്ന് കരുതി കൊടുത്തുവിടാന്ന് നിയമമൊന്നുമില്ലല്ലോ. എന്റെ ഈഗോയെ ഹേർട്ട് ചെയ്താൽ ഞാൻ പ്രതികരിക്കും, അത്ര ഉദ്ദേശിച്ചു. ആ ചെല്ല്, ചെന്ന് പ്രതികരിക്കും. മോനജീനെ, എന്തായാലും നടക്കേണ്ടത് നടന്നു. അതുകൊണ്ട് ഇനി അങ്ങോട്ട് സൂസൻ, നമുക്കിങ്ങോട്ട് പോയാലോ?